Good morning. Today we can study median. What is median? Median is the middle value of a set of values that are arranged in ascending or descending order. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള വാല്യൂസിനെ നമ്മൾ ആദ്യം ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാം. എന്നിട്ട് അതിൻ്റെ മിഡിലിൽ വരണ വാല്യൂ അതാണ് മീഡിയൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവിടെ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. 5, 7, 3, 8 ആൻഡ് 2. ഓക്കെ, നമുക്ക് 5 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മീഡിയൻ കാണണമെങ്കിൽ ഫസ്റ്റ് വി അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ. അപ്പോൾ ഞാൻ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. ചെറിയതിൽ നിന്ന് എഴുതി 2, 3, 5, 7 ആൻഡ് 8. ഓക്കെ, മിഡിൽ വാല്യൂ കാണാൻ കുറച്ച് നമ്പേഴ്സൊക്കെ ഉള്ളപ്പോൾ നമുക്ക് മിഡിൽ വാല്യൂ കാണാൻ രണ്ട് സൈഡിൽ നിന്ന് ഓരോ നമ്പറിനെ ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പം മിഡിലിൽ വരുന്ന നമ്പർ അതായിരിക്കും മീഡിയൻ. ഇപ്പോൾ ഇവിടെ ഓഡ് നമ്പർ ഓഫ് ഡേറ്റ ആയതുകൊണ്ട് നമുക്ക് സിമ്പിളാണ്, നടുക്ക് ഒരു നമ്പറാണ് കിട്ടണത്. ഇനി അതല്ല, ഈവൻ നമ്പർ ഓഫ് ഡേറ്റാസ് ഉണ്ടെങ്കിൽ മിഡിലിൽ നമുക്ക് രണ്ട് നമ്പർ വരും, അതിൻ്റെ ആവറേജ് എടുക്കണം, അതായിരിക്കും മീഡിയൻ. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഓക്കെ, 2, 7, 8, 5, 4, 9. ഓക്കെ, ഇവിടെ 2, 4, 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിതിൻ്റെ ഓർഡറിൽ എഴുതി 2, 4, 5, 7, 8, 9. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മിഡിലിൽ രണ്ട് നമ്പറിനെ കാണാം അല്ലേ. 5ഉം 7ഉം മിഡിലായിട്ട് വരും. രണ്ട് നമ്പറുണ്ട് മിഡിലിൽ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ രണ്ട് നമ്പറിൻ്റെ ആവറേജ് എടുക്കണം. ആവറേജ് എടുക്കാൻ വേണ്ടി ആ രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 5 + 7, 12/2, 6 ആയിരിക്കും ഈ സെറ്റ് ഓഫ് ഡാറ്റയുടെ മീഡിയൻ. അപ്പോൾ ഇതിനകത്തില്ലാത്തൊരു വാല്യൂ ആണ് ഇവിടെ മീഡിയനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇതിനകത്തുനിന്ന് 6 എന്നൊരു നമ്പർ ഇല്ല, പക്ഷേ മീഡിയനായിട്ട് വന്നിരിക്കുന്നത് 6 ആണ്. പക്ഷേ ഓഡ് നമ്പർ ഓഫ് ഡാറ്റ ആകുമ്പോൾ അതിനകത്തുള്ള ഒരു നമ്പർ തന്നെ മീഡിയനായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കുറച്ച് നമ്പേഴ്സൊക്കെ ഉള്ളപ്പോൾ നമുക്കിങ്ങനെ എണ്ണി നോക്കിയിട്ടും രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്തിട്ടും ഒക്കെ മീഡിയൻ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു ഫോർമുലയുണ്ട്, നമുക്ക് ഫോർമുല യൂസ് ചെയ്താൽ മതി. ഓഡ് നമ്പർ ഓഫ് ഡാറ്റയാണ് ഉള്ളതെങ്കിൽ, n ഡാറ്റാസ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് മീഡിയൻ എന്ന് പറയുന്നത് n+1/2 ടേം ആയിരിക്കും. n+1/2 ടേം ആയിരിക്കും അതിൻ്റെ മീഡിയൻ. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നോക്കാം. ഇവിടെ 5 നമ്പേഴ്സ് ഉണ്ടായിരുന്നത്, അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ഡാറ്റ ഉള്ളത്, ദാറ്റ് ഈസ് 5 + 1/2, ദാറ്റ് ഈസ് 6/2. തേർഡ് ഡാറ്റയാണ് ഇതിനകത്തെ മീഡിയൻ ആയിട്ട് വരുന്നത്. 5 ഡാറ്റാസ് ഉണ്ടെങ്കിൽ അതിനകത്ത് തേർഡ് ഡാറ്റ ആയിരിക്കും മീഡിയൻ. ഇവിടെ നോക്കിയാൽ നമ്മൾ ഓർഡറിൽ എഴുതി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡാറ്റ, സെക്കൻഡ് ഡാറ്റ, തേർഡ് ഡാറ്റ, ഇതായിരുന്നു തേർഡ് ഡാറ്റ. തേർഡ് ഡാറ്റയാണ് നമുക്ക് മീഡിയൻ ആയിട്ട് കിട്ടിയത്. അപ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിലും, 100 നമ്പേഴ്സ് അല്ലെങ്കിൽ 200 നമ്പേഴ്സ് ഉണ്ടെങ്കിലും മീഡിയൻ കാണാൻ വേണ്ടി ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. n+1/2 ടൈം, ആ വരണ ടൈം ആയിരിക്കും, ടൈമിലുള്ള വാല്യൂ ആയിരിക്കും അതിൻ്റെ മീഡിയൻ. ഓക്കെ, അപ്പോൾ ഈവൻ നമ്പർ ഓഫ് ഡാറ്റ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഈവൻ നമ്പർ ഓഫ് ഡാറ്റ ആണെങ്കിൽ n/2 ടൈമും പിന്നെ n/2 + 1 ടൈമിൻ്റെയും കൂടെ ആവറേജ് നോക്കണം. ഓക്കെ, ഈ കേസിൽ നമ്മൾ എടുത്തത് ഈ 5ഉം 7ഉം. അപ്പോൾ n/2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 ഡാറ്റാസാണ് ഉള്ളത്. അപ്പോൾ 6/2 തേർഡ് ഡാറ്റയും 6/2 എന്ന് പറയുമ്പോൾ തേർഡ് ഡാറ്റയും പിന്നെ തേർഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരണത്. ഓക്കെ, ദാറ്റ് ഈസ് 3 + 1 ഫോർത്ത് ഡാറ്റയും. തേർഡ് ഡാറ്റയും ഫോർത്ത് ഡാറ്റയും എടുത്തിട്ട് അതിൻ്റെ ആവറേജ് എടുത്താൽ മീഡിയൻ കിട്ടും. നോക്കിക്കേ, ഇതായിരുന്നു നമ്മളുടെ തേർഡ് ഡാറ്റ അല്ലേ. ഇത് തേർഡ് ഡാറ്റയും ഇത് ഫോർത്ത് ഡാറ്റയാണ്. അപ്പം തേർഡ് ഡാറ്റയും ഫോർത്ത് ഡാറ്റയും എടുത്തു, ദാറ്റ് ഈസ് 5 and 7 എടുത്തു, അതിൻ്റെ ആവറേജ് എടുത്തു. അപ്പോൾ മനസ്സിലാവില്ല, ഈ ഫോമിൽ ഓർത്ത് വയ്ക്കണം. ഓഡ് നമ്പർ ഓഫ് ഡാറ്റാസ് ഉള്ളെങ്കിൽ മീൻ കാണാൻ വേണ്ടി n+1/2 ടൈം എടുത്താൽ മതി. ഈവൻ നമ്പർ ഓഫ് ഡാറ്റാസ് ആണ് ഉള്ളതെങ്കിൽ n/2 ടൈമും n/2 + 1 ടൈമിൻ്റെ ഇതും കൂടെ ആവറേജ് എടുക്കണം. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഒരു ടാബുലേറ്റഡ് ഡാറ്റ എന്ന് എങ്ങനെ മീഡിയൻ കണ്ടുപിടിക്കും നോക്കിയാലോ.
ഒരു ടാബുലർ ഫോമിൽ നമുക്ക് കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. അതിൻ്റെ മീഡിയൻ കാണാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഡാറ്റാസ് തന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ഒരു ടാബുലേറ്റഡ് ഡാറ്റയുടെ മീഡിയൻ എങ്ങനെയാണ് കാണുന്നതെന്ന്. നമുക്ക് തന്നിരിക്കുന്നത് വെയിറ്റ് ഓഫ് 5 ചിൽഡ്രൻ, വെയ്റ്റ്സ് ഓഫ് 5 ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആൻഡ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹാവിങ് ദ വെയിറ്റ്. ഇപ്പോൾ 46, 48, 50, 52, 53, 54, 55 ഇതാണ് വെയിറ്റ്. അപ്പോൾ ഈ ഓരോ വെയ്റ്റ്സും വരണത് എത്ര പേരുണ്ട് അതാണ് നമ്മളുടെ ഫ്രീക്വൻസി, നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിരിക്കുന്നത്. അപ്പോൾ 7 സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് ആ ക്ലാസ്സിൽ 46 ആണ്. 5 സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് 48, പിന്നെ 8 സ്റ്റുഡൻസിന് വെയിറ്റ് 50 ഉണ്ട്, 12 സ്റ്റുഡൻസിന് 52 ഉണ്ട്. അതാണ് നമ്മളുടെ ഈ ടേബിളിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീഡിയൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ആ വെയിറ്റ് നമ്മൾ എക്സ് എന്നെടുത്തു. ഇനി നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഫ്രീക്വൻസി എടുത്തു. ഇനി ഇവിടെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? അപ്പം നമ്മൾക്ക് ഫ്രീക്വൻസി അറിയാം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ ഇത് ഓരോ പ്രാവശ്യവും ആഡ് ചെയ്താൽ പോയാൽ മതി. ഫസ്റ്റ് ഫ്രീക്വൻസി 7 ആയിരുന്നു. അപ്പോൾ 46 വെയിറ്റ് വരുന്ന സ്റ്റുഡൻസ് 7 ആയിരുന്നു. അപ്പം ആ 7 ഇവിടെ എഴുതി. ഇനി 48 വരെ വെയിറ്റ് വരണവർ ഈ 7ഉം 5ഉം കൂടെ ആഡ് ചെയ്യണത്. ദാറ്റ് ഈസ് 7 + 5 വരുമ്പോൾ 12 വന്നു. ഓക്കെ, ഇനി ഈ 12ൻ്റെ കൂടെ നെക്സ്റ്റ് 8 ആഡ് ചെയ്തു. അപ്പോൾ 20 കിട്ടി. 20 + 12 ചെയ്യുമ്പം 32 വന്നു. 32 + 10 ചെയ്യുമ്പോൾ 42, 42 + 2 44, 44 + 1 45. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ ഫ്രീക്വൻസികളെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട തേർഡ് കോളം, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇനി ഫ്രീക്വൻസിയുടെ സമ്മും കാണണം. ഫ്രീക്വൻസിയുടെ സം ഇവിടെ 45 ആയിരുന്നു. ആ 45 തന്നെയായിരിക്കും നമ്മളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ ലാസ്റ്റ് ഡാറ്റ. അതായത് എല്ലാ സ്റ്റുഡൻസും 55ന് താഴെ വെയിറ്റ് ഉള്ളവരാണ്. അപ്പോൾ ടോട്ടൽ സ്റ്റുഡൻസ് ഹാവിങ് വെയിറ്റ് ലെസ് ദാൻ 55 എന്ന് പറഞ്ഞത് ഇവിടെ 45 ആണ്. അതായിരിക്കും നമ്മളുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിലെ ലാസ്റ്റ് ഡാറ്റ വരുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് നമ്മൾ മീഡിയൻ കാണാനായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് ഇവിടുത്തെ n എന്ന് പറയുന്നത് 45 ആണ്. ഈ n ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഓഡ് നമ്പർ ആണെങ്കിൽ n + 1/2 ടൈം ആയിരിക്കും മീഡിയൻ എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പോൾ n + 1/2 എന്ന് പറയുമ്പോൾ ഇവിടെ 45 + 1 ദാറ്റ് ഈസ് 46/2. 46/2 എന്ന് പറയുമ്പം 23. അപ്പോൾ 23rd ടേം വരണതായിരിക്കും നമ്മളുടെ മീഡിയൻ. 23rd ടേം ആയിരിക്കും മീഡിയൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 23rd ടൈം എവിടെ വരും? ഇവിടെ 20 വരെയുള്ള സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് 50 ആണ്. 20 വരെയുള്ള സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് 50 ആണ്. ഇനി 21 മുതൽ 32 വരെയുള്ള സ്റ്റുഡൻസിൻ്റെ വെയിറ്റ് 52 ആണ്. അപ്പം നമ്മളുടെ ഈ 23rd എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 20 ആൻഡ് 32 ആണ്, അല്ലേ? 20 ആൻഡ് 32ൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ് നമ്മളുടെ 23rd വരുന്നത്. അപ്പോൾ 23rd എന്ന് പറയുമ്പം 50 കഴിഞ്ഞിട്ടുള്ള വെയിറ്റ് ദാറ്റ് ഈസ് 52 ആയിരിക്കും. 20 വരെയുള്ളവർക്കാണ് 50. ഓക്കെ, 23 എന്ന് പറയുമ്പോൾ 20യുടെ മുകളിലായി. അപ്പോൾ അടുത്ത ഗ്രൂപ്പിലോട്ട് പോയി. ദാറ്റ് ഈസ് 52 കിലോഗ്രാംസ് ആയിരിക്കും അവിടുത്തെ മീഡിയൻ ആയിട്ട് വരുന്നത്. 23rd ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ 23 എന്ന് ആക്ച്വലി ഇല്ല, ബട്ട് ഇൻ ബിറ്റ്വീൻ 20 ആൻഡ് 32 ഇടയ്ക്കായിരിക്കും 23. അപ്പം 23rd ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മളുടെ 52 ആയിരിക്കും. 52 കിലോഗ്രാം ആയിരിക്കും ഇതിനകത്ത് മീഡിയൻ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പം നമ്മളുടെ ഈ വാല്യൂ n + 1/2 ഇതിനകത്ത് ഏത് ഗ്രൂപ്പിലാണ് വരണതെന്ന് നോക്കണം. അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ് ആയിരിക്കും മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ മീഡിയൻ 52. മനസ്സിലായല്ലോ? അപ്പോൾ 52 കിലോഗ്രാം ആയിരിക്കും ഇതിനകത്ത് മീഡിയൻ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ടേബിൾ കിട്ടിയാൽ നമ്മൾ ആദ്യം അതിനെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് അകത്തുനിന്ന് കറസ്പോണ്ടിങ് ഡാറ്റ വരണതിൻ്റെ ആ ടൈമിൻ്റെ കറസ്പോണ്ടിങ് എക്സ് എടുത്താൽ മതി. അതായിരിക്കും മീഡിയൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീഡിയൻ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അപ്പം ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. ഗ്രൂപ്പ്ഡ് ഡാറ്റ വരണ ഒരു ക്വസ്റ്റ്യൻ.
ഓക്കെ, ഇവിടെ നമുക്ക് ഫൈൻഡ് മീഡിയൻ ഫോർ ദി ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ ക്ലാസ് ഇൻ്റർവെല്ലായിട്ടാണ് തന്നിരിക്കുന്നത് 0 to 10, 10 to 20, 20 to 30, അങ്ങനെ 40 to 50 വരെയുണ്ട്. ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ മീഡിയൻ കാണാൻ വേണ്ടി ഇവിടെ നമ്മൾ ചെയ്യണത് ആദ്യം നമുക്ക് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ക്ലാസ് ഇൻ്റർവെൽ എഴുതി, ഫ്രീക്വൻസി എഴുതി, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതി. അപ്പം നേരത്തെ പോലെ തന്നെ നമുക്ക് ആക്ച്വൽ മീഡിയൻ്റെ വാല്യൂ കിട്ടില്ല, പക്ഷേ മീഡിയൻ ക്ലാസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മീഡിയൻ ക്ലാസ് കണ്ടാൽ അതിനകത്തുനിന്ന് നമുക്ക് ഇവിടെ നമ്മൾ ഒരു ഒജീവ് വരച്ചുകൊണ്ടാണ് നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കുന്നത്. കറസ്പോണ്ടിങ് ഗ്രാഫ് വരയ്ക്കും. ഓക്കെ, അപ്പം നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്തത് ഒന്ന് നോക്കിക്കോ. 0 to 10, 10 to 20, 20 to 30, അങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ. ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഫസ്റ്റ് ഫ്രീക്വൻസി 5, ദെൻ 5 + 7, 12, 12 + 10, 22, 22 + 8, 30, 30 + 5, 35. നമ്മളുടെ ടോട്ടൽ ഫ്രീക്വൻസി 35 ആയിരിക്കും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ 35 ആണ് നമ്മളുടെ n. അപ്പം എന്ത് ചെയ്യണം? 35 + 1/2 ടേം ആയിരിക്കും നമ്മളുടെ മീഡിയൻ, അല്ലേ? അപ്പം 36/2 എന്ന് വരും. ദാറ്റ് ഈസ് 18th ടൈം വരണ ഡാറ്റ ആയിരിക്കും നമ്മളുടെ മീഡിയൻ. ഇപ്പോൾ ഇവിടെ 18 വരുന്നത് 12നും 22നും ഇൻ ബിറ്റ്വീൻ ആണ്. അപ്പോൾ 12 വരെ ഉള്ളതിനകത്ത് ക്ലാസ് ഇൻ്റർവെൽ 10 to 20 ആയിരുന്നു. 12നകത്ത് നമ്മളുടെ 18 വന്നില്ല. 18 വരണത് നെക്സ്റ്റ് ഗ്രൂപ്പിലായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ വരുന്നത് 10 to 20 കഴിഞ്ഞിട്ടുള്ള ക്ലാസ് ഇൻ്റർവെൽ, ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ 20 and 30 ആയിരിക്കും നമ്മളുടെ മീഡിയൻ വരുന്നത്. ഇതാണ് മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ 20 to 30 ഇൻ ബിറ്റ്വീൻ ഒരു വാല്യൂ ആയിരിക്കും നമ്മളുടെ മീഡിയൻ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? n + 1/2 ടൈം നോക്കണം. അത് 18th ആയിരുന്നു. 18th 12 കഴിഞ്ഞിട്ട് വരുന്ന ഗ്രൂപ്പിലാണ്. സോ അത് ഈ ഗ്രൂപ്പിൽ വരും, ഇതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രൂപ്പിൽ വരും. ദാറ്റ് ഈസ് 20 to 30 ക്ലാസ്സിൽ വരും. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒജീവ് വരയ്ക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മളുടെ y ആക്സിസിലും ഇങ്ങോട്ട് നമ്മൾ y ആക്സിസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി മാർക്ക് ചെയ്തു, x ആക്സിസിൽ ക്ലാസ് ഇൻ്റർവെൽ മാർക്ക് ചെയ്തു. 0 to 10, 0, 10, 20, 30, അങ്ങനെ നമ്മൾ അതിൻ്റെ ലോവർ ലിമിറ്റോ അപ്പർ ലിമിറ്റോ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. y ആക്സിസിൽ നമ്മളുടെ വാല്യൂസ് വരണത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരണത് നോക്കിക്കോ. മാക്സിമം വന്നിരിക്കുന്നത് 35 ആണ്, അല്ലേ? 35 ആണ് മാക്സിമം വരുന്നത്. അപ്പം നമുക്കിവിടെ വാല്യൂ എടുക്കുമ്പം 0, 10, 20, 30, 40 അങ്ങനെ വാല്യൂസ് എടുക്കാം. ഓക്കെ, ഇവിടെ വരുമ്പം മാക്സിമം വാല്യൂ 40 വരെ എടുത്തു. 0 to 40 എടുത്തു. അപ്പോൾ യൂണിറ്റ് സെയിം ആയിട്ട് എടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡാറ്റ നമ്മളിവിടെ മാർക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വരണത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 5 ആയിരുന്നു. അപ്പോൾ 0യുടെ നേരെ 0 to 10 അപ്പർ ലിമിറ്റ് ആണ് നമ്മളെടുത്തത്. 10, 20, 30. അപ്പം ഫസ്റ്റ് 5 മാർക്ക് ചെയ്തു. ഇതാണ് നമ്മളുടെ 5 എന്നുള്ള പോയിന്റ്. അപ്പോൾ 5ൻ്റെ നേരെ ഇവിടെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 20യുടെ നെക്സ്റ്റ് ഡാറ്റ എടുത്തിരിക്കുന്നത് 20യുടെ നേരെ വരുന്നത് 12 ആണ്, അല്ലേ? അപ്പോൾ 20യുടെ നേരെ 12 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് 10 കഴിഞ്ഞിട്ട് തൊട്ട് മുകളിൽ 12 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 22, 30യുടെ നേരെ നമ്മൾ 22 മാർക്ക് ചെയ്തു. ഇത് 20, അപ്പോൾ 22 എന്ന് പറഞ്ഞത് ഇവിടെ വരും. നെക്സ്റ്റ് 40യുടെ നേരെ 30, പോയിന്റ് 30, 40 ആൻഡ് 40യുടെ കറസ്പോണ്ടിങ് പോയിന്റ് 30 മാർക്ക് ചെയ്തു. പിന്നെ നെക്സ്റ്റ് 50, ലാസ്റ്റ് അപ്പർ ലിമിറ്റ് പറഞ്ഞത് 50, 50യുടെ കറസ്പോണ്ടിങ് വാല്യൂ 35. അപ്പോൾ 30യുടെയും 40യുടെയും ഇൻ ബിറ്റ്വീൻ 35. അപ്പോൾ ഇവിടെ നമ്മൾ 35 മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ 0യിൽ നിന്ന് വേണം നമ്മളുടെ ഈ ഗ്രാഫ് ഇങ്ങനെ ഒരു കർവായിട്ട് ഇങ്ങനെ വരച്ചു പോയി ഒജീവ് വരയ്ക്കണം. അപ്പോൾ ഇതായിരിക്കും എപ്പോഴും ഒജീവിൻ്റെ ഷേപ്പ്. കണ്ടിന്യൂസ് ഇങ്ങനത്തെ ലൈൻ വരച്ചു. ഓക്കെ, പിന്നെ എന്ത് ചെയ്യണം? നമ്മളുടെ 18th ടൈമിലാണ് നമ്മളുടെ മീഡിയൻ എന്ന് നമ്മൾ കണ്ടു.
അപ്പം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ 18 എന്നുള്ള പോയിന്റ് നോക്കണം. ഇതാണ് 18. ഈ 18 നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ നമ്മളുടെ ഗ്രാഫിലോട്ട് വരയ്ക്കണം. ഗ്രാഫിൽ അത് ടച്ച് ചെയ്യണ പോയിന്റ് ആയിരിക്കും. ആ പോയിന്റിന് നമ്മൾ എ എന്ന് മാർക്ക് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മൾ എക്സ് ആക്സിസിലോട്ട് വരയ്ക്കണം. ഈ ഇവിടെ ടച്ച് ചെയ്ത പോയിന്റിൽ നിന്ന് തന്നെ വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സിസിലോട്ട് വരച്ചു. എക്സ് ആക്സിൽ വരുമ്പം ആ ജോയിൻ ചെയ്ത എക്സ് ആക്സിൽ ജോയിൻ ചെയ്ത പോയിന്റ് ഏതാണോ അതായിരിക്കും നമ്മളുടെ കറസ്പോണ്ടിങ് മീഡിയൻ. ഇവിടെ നമുക്ക് ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 20 ആൻഡ് 30 ആണ്. 25 കഴിഞ്ഞിട്ടുള്ള പോയിന്റ് 26, 27 എന്നുള്ള പോയിന്റ് ആണ് ഈ വന്നിരിക്കുന്നത്. ആ പോയിന്റിനെ നമ്മൾ ബി എന്ന് മാർക്ക് ചെയ്തു. ആ ബി ആയിരിക്കും നമ്മളുടെ മീഡിയൻ. അപ്പൊ നമ്മളുടെ മീഡിയൻ ആയിട്ട് കിട്ടിയത് 27. മനസ്സിലായല്ലോ? ആദ്യം ഒജീവ് വരയ്ക്കണം. എന്നിട്ട് നമ്മളുടെ 18 എന്നുള്ള പോയിന്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ക്ലാസ് ഇന്റർവെലിനകത്തോട്ട് നമ്മളുടെ എക്സ് ആക്സിസിലോട്ട് വരുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. എക്സ് ആക്സിസിൽ ഈ ഗ്രാഫ് എന്നുള്ള വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ടച്ച് ചെയ്യണ പോയിന്റ് ദാറ്റ് ഈസ് 27. അതായിരിക്കും മീഡിയൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മീഡിയൻ ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റയുടെ മീഡിയൻ വരയ്ക്കുന്നത്. അപ്പൊ ആദ്യം ഇതുപോലെ ഒരു ഒജീവ് വരച്ചിട്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. അതുപോലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വൈ ആക്സിസിലും ക്ലാസ് ഇന്റർവെൽ എക്സ് ആക്സിസിലും ക്ലാസ് ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റ്സ് മാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളുടെ ഇവിടെ ഏത് ടൈം ആണോ ആ ടൈമിൽ നിന്ന് ഗ്രാഫിലോട്ട് വരച്ച് കറസ്പോണ്ടിങ് വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സിസിൽ വന്ന് ടച്ച് ചെയ്യണ പോയിന്റ് ആയിരിക്കും മീഡിയൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെ 1-2 ക്വസ്റ്റ്യൻ കൂടെ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മോഡാണ് പഠിക്കാൻ പോണത്. ഓക്കെ.